ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ റോസ് ഉണ്ടല്ലോ, അത് നടുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണേ. അപ്പോൾ ഇത് നട്ടു, ഇപ്പോൾ നല്ല ഉഷാറായിട്ടാണ് നിൽക്കണത്. ഇനി നമുക്കിതിന് വളമിട്ട് കൊടുക്കണം. അപ്പോൾ കണ്ടോ, പൂക്കളൊക്കെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ വെയിലിൻ്റെ അതുകൊണ്ടാണ്, ശക്തി കൊണ്ടാണെന്ന് തോന്നുന്നു, ആ മുട്ടൊന്നും ശരിക്കും വിരിയണില്ല. പിന്നെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനെ, എനിക്കിതിനെക്കുറിച്ച് ഈ വളത്തിനെക്കുറിച്ച് അറിയില്ല. ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വാങ്ങി. പിന്നെ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയില്ല, സാധാരണ ഞാൻ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതാണ് ബയോഡൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജൈവവളം എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെടി ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഈ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ടാണ് കവറിൽ നിന്നൊക്കെ പറിച്ച് മാറ്റിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നല്ല ഉഷാറിലാണ് നിൽക്കണത്. അപ്പോൾ നല്ല വേരിനൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണിലാണല്ലോ വെച്ചിരിക്കണേ, കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ല മണ്ണിലാണല്ലോ വെച്ചിരിക്കണേ. പിന്നെ നമുക്കിതിനെ വളമിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഇളക്കിയിട്ട് ഒരു ടീസ്പൂണോളം ഇതുകൊണ്ട് ആണ് ഇട്ട് കൊടുക്കണത്. പിന്നെ വേരിൽ നിന്ന് മാറ്റിയിട്ട് ജൈവവളം തന്നെയാണ്. ജൈവവളം ഇടുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നേരെ കടക്കിലല്ലാണ്ട് സൈഡിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം ഞാനിത് ചെടി മാറ്റിയിട്ട് നമ്മുടെ സൈഡിൽ സൺഷെയ്ഡിൻ്റെ നേരിട്ട് വെയിൽ അടിക്കാത്തോടത്താണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വെയിലടിക്കുകയും ചോദിച്ചാൽ 1 മണിക്കൂറൊക്കെ വെയിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ നല്ല ചൂട് അടിക്കാത്ത ഒരു സ്ഥലത്ത്, ഇപ്പോൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 5 എണ്ണവും നല്ല ഉഷാറിലായിട്ടാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് വളം ഇട്ടിട്ടും നേരെ വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കേണ്ട, ഇതുപോലെ കുറച്ച് തണലത്തായിട്ട് ഒരു പാർഷ്യലായിട്ടുള്ളൊരു വെയിൽ മാത്രം കിട്ടിയാൽ മതി അതിന്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല ചൂടുണ്ടേ, വെയിലില്ലെങ്കിലും പൊതുവെ ചൂട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ നന്നായി നനയ്ക്കണേ. അപ്പോൾ ദിവസം വൈകിട്ടാണ് ഞാൻ നനയ്ക്കാറ്. അപ്പോൾ അങ്ങനെ നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഞാനൊന്ന് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പുതിയ റോസ് ചെടികൾക്ക് എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പഴയ കളക്ഷൻ ഉണ്ടല്ലോ, ആ ചെടികൾക്ക് ഞാൻ വളമിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനൊന്നും ഇപ്പോൾ ചാണകപ്പൊടിയൊന്നും ഇടാണ്ട് പൂവുണ്ടാവുന്നുണ്ട്, എന്നാലും അത്ര ഉഷാറൊന്നുമല്ല. അപ്പോൾ അത് ആ ചട്ടിയും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചെറിയ പൂക്കളാണ്. ഇത് പിന്നെ ചെറിയ പൂവ് തന്നെയാണ് കേട്ടോ, അതിൻ്റെ പൂവ് ചെറുത് തന്നെയാണ്. എന്നാലും വളമില്ലാത്തതിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു റോസിൻ്റെ. അപ്പോൾ എൻ്റെ വീട് പെയിൻ്റ് അടിയുടെ സമയത്ത് ചെടികൾ ഈ റോസുമൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടി മാറ്റി വെച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുറേ നശിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ കുറച്ചുള്ളൂ. അതുമാത്രമല്ല, ആ ചട്ടിയിലാണെങ്കിൽ മെക്സിക്കൻ പെറ്റൂണി ഉണ്ടല്ലോ, അതിങ്ങനെ വിത്ത് വീണിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ വീണ് മുളച്ച് വന്ന മെക്സിക്കൻ പെറ്റൂണിയും അതിലുണ്ട്. സംഭവം പൂവൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് റോസിന് വളരാൻ സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ച് മാറ്റട്ടെ, എന്നിട്ട് ഇതിനെ നമുക്ക് വേറെ ചട്ടിയിലേക്ക് നടാം.
പിന്നെ ഈ മെക്സിക്കൻ പെറ്റൂണിയ പറയുകയാണെങ്കിൽ നമുക്ക് തീരെ അത്ര വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ച് അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക, അത്ര മതിയായിരിക്കും. നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ മെക്സിക്കൻ പെറ്റൂണിയ. ഞാനത് വേറെ ഒരു വീഡിയോയിൽ പിന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കട റോസ്. മണപ്പിച്ച് നോക്കുമ്പോൾ മണമൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഇത് ഹൈബ്രിഡ് ഇനാണല്ലോ, അതിന് വലിയ മണമൊന്നും ഉണ്ടാവില്ല. നാടൻ റോസിനൊക്കെയാണ് നല്ല മണം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിനൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അതുപോലെ തന്നെ മറ്റേ ചട്ടിയിലും അതെ നിറയെ ഈ പെറ്റൂണിയ അങ്ങനെ നന്നായിട്ട് മെക്സിക്കൻ പെറ്റൂണിയ അങ്ങനെ തഴച്ച് വളർന്നിരിക്കുകയാണ്. വേരൊക്കെ നന്നായിട്ട് അടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇതിനെല്ലാത്തിനും വളമിട്ട് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.